ശ്രീ ഹസ്കർ, അങ്ങ് പറഞ്ഞ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഹമാസിന്റെ ഭരണഘടനയെക്കുറിച്ചാണ് ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞത്. ആർട്ടിക്കിൾ 13 അതിൽ ഒരു ഭാഗം മാത്രം, അതായത് ജിഹാദ്, പരിഹാരം, ചർച്ച, പ്രഹസനം. ശ്രീ ഹസ്കർ, നമ്മൾ എത്രയൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇസ്രയേൽ പറയുന്നു, ശ്രീ ജോസുകുട്ടി തന്നെ പറഞ്ഞു, ഡൂംസ് ഡേ ക്ലോക്ക് എന്ന് പറയുന്ന സാധനം കൗണ്ട് ഡൗൺ വെച്ചിരിക്കുകയാണ് ഇസ്രയേലിനെ തുടച്ചു നീക്കുന്നതിനുള്ള. മറുഭാഗത്ത് ഇത് പറയുന്നു, അങ്ങ് പറയുന്ന 3 സ്വാതന്ത്ര്യ സമര സേനാനി പ്രസ്ഥാനങ്ങളിൽ ഒരെണ്ണമായ ഹമാസിൻ്റെ ഭരണഘടന അല്ലെങ്കിൽ ചാർട്ടർ. അങ്ങ് ഇനിയും ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവോ? അല്ല, ഇതിൽ കാണേണ്ടത് അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണ് മറ്റൊരു പരമാധികാര രാജ്യത്തിന്മേൽ ആക്രമണം നടത്തുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ലോകത്തെ മറ്റു രാജ്യങ്ങളെ കൂടി ചേർത്ത് നിർത്തി ഇത്തരം സമ്മർദ്ദങ്ങൾ നടത്തുന്നതിന് പകരം ഇപ്പോൾ നടത്തിയിട്ടുള്ള ആക്രമണം ഏതു തരത്തിലാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണ്? ആണവ നിരായുധന്റെ കരാറിൽ ഒപ്പുവെച്ചില്ല അല്ലെങ്കിൽ ഒപ്പുവെച്ചതിന് ശേഷം കള്ളം പറഞ്ഞു എന്നുള്ളതിന് എന്ത് ലോക പോലീസിംഗ് ചമയുക എന്നുള്ളത് എന്ത് അവകാശത്തിന്റെയും എന്ത് അധികാരത്തിന്റെ പേരിലാണ്? ഇപ്പോ ലോകത്താകമാനം 2 ഘട്ടങ്ങളായി. ഇപ്പൊ നമുക്കറിയാം, റഷ്യ വളരെ ദുർബലമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇപ്പോ റഷ്യയും അതുപോലെ തന്നെ ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് വന്നാൽ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് ഇത് മാറും എന്നുള്ള സാഹചര്യം കൂടി മനസ്സിലാക്കണം. നാം സമാധാനത്തിനു വേണ്ടിയാണ് കാംക്ഷിക്കുന്നത്. എന്നും പോരാട്ട വീര്യം നഷ്ടപ്പെടാത്ത പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നതിന് എനിക്കൊരു മടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പലസ്തീൻ ജനതയെ ഹമാസിനെയും കൂടി അങ്ങ് കൂട്ടിക്കൊഴിച്ചൊരു വല്ലാത്ത അവിയലാക്കരുത്. പലസ്തീൻ ജനതയ്ക്ക് പറയാനുള്ളത് അവര് കൂട്ടം കൂടി പറഞ്ഞു, ദൈവത്തെയോർത്ത് ഇവിടെ നിന്ന് വിട്ടുപോകൂ എന്ന് ഹമാസിനോട് പലസ്തീൻ ജനത പറയുന്നു, കരഞ്ഞുകൊണ്ട് പറയുകയാണ്. നമുക്കൊരു 5 മിനിറ്റ് ഇനി ബാക്കിയുള്ള. ശ്രീ ഹുസൈൻ, പെട്ടെന്ന് കാര്യം എനിക്ക് ഡോക്ടർ ജോസുകുട്ടിയിലേക്ക് ഒരു നിർണായക ചോദ്യം കൂടി ചോദിക്കേണ്ടത്. ശ്രീ ഹുസൈൻ, പെട്ടെന്ന്. അമേരിക്ക ഇടപെട്ടത് ശരിയായില്ല, എന്ത് അധികാരമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇസ്രായേലും ഗാസയും തമ്മിലുള്ള അല്ലെങ്കിൽ പാലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്ത് അധികാരത്തിലാണ് ഇവിടെ ഹിസ്ബുള്ള ഇടപെട്ടത്? അതായത് നമ്മുടെ ലെബനോനിൽ നിന്നുള്ള ടീം എന്ത് അധികാരത്തിലാണ് ഹൂത്തികൾ ഇടപെട്ടത്? എന്ത് അധികാരത്തിലാണ് ഇറാൻ ഇടപെട്ടത്? അത് നിങ്ങൾ ആദ്യം പറയൂ. ഇറാൻ എവിടെ ഇടപെട്ടെന്നാ? ഇറാനല്ലേ ഇതിനകത്ത് ഈ പറയുന്ന പ്രോക്സികൾ ഇളക്കി വിട്ടത്? അതിനുള്ള തെളിവുകൾ ഇവിടെ ഉണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? തെളിവുകളുണ്ടല്ലോ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതല്ലേ, പേജർ അറ്റാക്ക് നടത്തി ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്ത സമയത്ത് IRGCയുടെ മുതലാളിമാരെ അടക്കമാണ് അവിടെ കൊല്ലപ്പെട്ടത്. എങ്ങനെയാണ് IRGCയുടെ ആളുകളുടെ പോക്കറ്റിൽ പറയുന്ന പേജർ വന്നത്? എങ്ങനെയാണ് ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്ത പേജർ എങ്ങനെ വന്നത്? നിങ്ങൾ പറയും. ശ്രീ ഹസ്കർ, നമുക്ക് ഇത് പ്രത്യേകം തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. കാര്യം ഇപ്പോൾ ആരിഫ് ഹുസൈൻ അതിന്റെ ഒരു അറ്റം മാത്രമാണ് പറഞ്ഞത്. ഈ ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ നേതാവ് എങ്ങനെ ഇറാനിൽ കൊല്ലപ്പെടുന്നു, ഇറാന്റെ IRGC കാരൻ അപ്പുറത്ത് പോയി കൊല്ലപ്പെടുന്നു. ഇവരൊക്കെ അവിടെ പോയി എന്ത് ചെയ്യാണ്? കൃഷി ചെയ്യാൻ പോയതാണോ, ഫാം തുടങ്ങാൻ പോയതാണോ?